എത്ര പേർ ആവേശകരമായ മനസ്സോടെ ഇത്തവണത്തെ ലോകകപ്പിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ കാണാനിരിക്കും? ഇന്ത്യയും ശ്രീലങ്കയുമാണ് വേദി. ടീം കളിച്ച് തഴമ്പിച്ച പിച്ചിൽ വരുന്ന ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിലെ എതിരാളികൾ കുഞ്ഞൻ ടീമുകളാണ്. ഷെഡ്യൂൾ പുറത്തു വന്ന നിമിഷം തന്നെ നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും ഇന്ത്യ തന്നെ സ്മൂത്തായി സൂപ്പർ 8 കടക്കുമെന്ന്. ഗ്രൂപ്പ് എയിൽ ഉൾപ്പെട്ട ഇന്ത്യക്ക് ചെറുതായെങ്കിലും വെല്ലുവിളി ഉയർത്തുന്ന ടീം പാകിസ്ഥാനായിരുന്നു. ആ പാകിസ്ഥാനാകട്ടെ ഇന്ത്യക്കെതിരെ കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പുമില്ല. കളിക്കുന്നില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞ പാകിസ്ഥാൻ ആ നിലപാടിൽ ഉറച്ച മത്സരത്തിന് ഇറങ്ങിയില്ല എങ്കിൽ വിലയേറിയ 2 പോയിന്റും ഇന്ത്യക്ക് ചുമ്മാ കിട്ടും. ആകപ്പാടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ത്രില്ലടിച്ച് കാണാൻ പറ്റിയ മത്സരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതായിരുന്നു. അതിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഏകദേശം തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഗ്രൂപ്പ് എയിലെ മറ്റുള്ള ടീമുകളെ നോക്കുക. USA-യും നമീബിയയും നെതർലാൻഡ്സും. ഒരിക്കലും ഈ ടീമുകളെ ചെറുതായി കാണുന്നില്ല. അട്ടിമറി നടത്തി കറുത്ത കുതിരകളാകാനുള്ള ശക്തിയും ശേഷിയും ഈ ടീമുകൾക്കുണ്ട്. പക്ഷേ കടലാസിൽ ഈ ടീമുകളെക്കാൾ വളരെയേറെ മുന്നിലാണ് ഇന്ത്യയുള്ളത്. ഒരുപാട് മത്സരങ്ങൾ കളിച്ചു തെളിഞ്ഞ് നിലവിലെ ലോക ചാമ്പ്യന്മാരായി വിലസുന്നവർ, പട്ടികയിലെ ഒന്നാമന്മാർ. അങ്ങനെയുള്ള ടീമിന് ലഭിക്കേണ്ട എതിരാളികളെയാണോ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? വെറ്ററൻ താരം അശ്വിൻ പറഞ്ഞ പോലെ എത്ര പേർ ഈ മത്സരങ്ങൾ കാണും? ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡും ഒക്കെ ഉൾപ്പെട്ട മരണ ഗ്രൂപ്പുകളിൽ പയറ്റിത്തെളിഞ്ഞ ഇന്ത്യക്ക് ഇത് നിസ്സാരമാണ്. മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിധി എന്താകുമെന്ന് അറിയാൻ കഴിഞ്ഞാൽ അവിടെ തീർന്നു ആ ആവേശം.